എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിത് ചൂടോട് കൂടി കഴിക്കാനും അതല്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നല്ലൊരു ഡെസേർട്ടായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1½ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ദേ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ദേ കുറച്ച് ബദാം കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം ദേ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ടുള്ള സേമിയ കിട്ടില്ലേ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കനം കുറഞ്ഞതല്ലേ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇതിൻ്റെ എല്ലാം കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്വീറ്റ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ കണ്ടു ഷുഗർ എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇതിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊരു ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് ചൂടാക്കിയിട്ട് ഇത് നല്ലൊരു ഡാർക്ക് കളറാക്കി എടുക്കരുത്. ഒരുപാട് ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിലേ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഈ സമയമാകുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ 1 ലിറ്റർ പാലാണ് ട്ടോ എടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടോ കാരമലെല്ലാം ദേ ഇതേപോലെ ഒന്ന് കട്ടയായിട്ട് വരും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചൂടാക്കുന്നതനുസരിച്ചിട്ട് അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലെല്ലാം ദേ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ റവയില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. സേമിയ റവയൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കപ്പലണ്ടി മിഠായില്ലേ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സറി ജാറിലിട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊടിഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ വേണ്ട കിട്ടാനായിട്ട്. കാരണം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ ഇതെല്ലാം ദേ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഷുഗറൊക്കെ കാരമലൈസ് ചെയ്തെടുത്തതിൻ്റെ പേരിൽ തന്നെ ചെറുതായിട്ടൊരു മധുരം ഉണ്ട്. അപ്പോൾ അതിനുള്ള മധുരം മാത്രം നിങ്ങളിനി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏലക്ക ദാ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എല്ലാം ദേ നല്ലതുപോലെ ചൂടായിട്ട് സേമിയ റവയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തുള്ള പീനട്ടിൻ്റെ മിക്സ് ഇല്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഇതെല്ലാം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വറ്റി വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടായിട്ട് വന്നു. ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസും ബദാമല്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പിസ്ത കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കി ഈ ഒരു ലൂസിലാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സേമിയ റവയ്ക്ക് ആയതിൻ്റെ പേരിൽ തന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു ലൂസ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കപ്പലണ്ടി മിഠായിയൊക്കെ പൊടിച്ച് ചേർത്തതിൻ്റെ പേരിൽ തന്നെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.